പഴം വെച്ചിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റിൽ ഡെസേർട്ടായിട്ടും സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിച്ചെടുക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് വന്നാൽ 1/4 കപ്പ് റവ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് മദേഴ്സിൻ്റെ റോസ്റ്റഡ് റവയാണ് കേട്ടോ. മദേഴ്സിൻ്റെ തന്നെ വേറെയും ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ റവ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസ് ആണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ബോൾസ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് വറുത്ത് കോരി വെക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് സേമിയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവണ്ട. മെൽറ്റായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ചൂടായിട്ട് വരുമ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വറുത്ത് വെച്ചിട്ടുള്ള സേമിയയും കൂടെ ചേർത്തിട്ട് വെന്ത് വന്നാൽ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബോൾസും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അവസാനം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് മിക്സാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി.